شهر رمضان الذي أنزل فيه القرآن. അസ്സാം വലൈക്കും വറഹമത്തുള്ള. അൽഹംദുലില്ലാ വസല്ലല്ലാഹു വസല്ലം അല നബീന മുഹമ്മദ്. പ്രിയപ്പെട്ടവരെ, നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് തമീബുനു ഔസുദ്ദാരി റളിയല്ലാഹു അൻഹു ഉദ്ധരിക്കുന്ന വളരെ പ്രസിദ്ധമായ ഒരു ഹദീസ് ഇപ്രകാരമാണ്: അദ്ദീനു അന്നസീഹ. ഖുൽനാ ലിമൻ? ഖാല ലില്ലാഹി വലി കിതാബിഹി വലി റസൂലിഹി വലി അഇമ്മത്തിൽ മുസ്ലിമീൻ വആമത്തിഹി. അദ്ദീനു അന്നസീഹ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയുണ്ടായി, മതം എന്നത്, ദീൻ എന്നത് ഗുണകാംക്ഷയാണ്, നന്മ വരണമെന്ന് ആഗ്രഹിക്കലാണ്. ദീൻ ഒരാളോട് വെറുപ്പ്, വിദ്വേഷം പുലർത്തലല്ല, എല്ലാവർക്കും നന്മയുണ്ടാകണം എന്നാഗ്രഹിക്കലാണ്. സ്വഹാബത്ത് ചോദിച്ചു, ലിമൻ? ആരോടാണ് ഞങ്ങൾ ഗുണം കാക്ഷിക്കേണ്ടത്, ഗുണകാംക്ഷയോടുകൂടി പെരുമാറേണ്ടത്? കാല ലില്ലാഹി, അള്ളാഹുവിനോട്, ദൈവത്തോട്, വലി കിതാബിഹി, അവൻ്റെ ഗ്രന്ഥത്തോട്, വലി റസൂലിഹി, അവൻ്റെ പ്രവാചകനോട്, വലി അഇമ്മത്തിൽ മുസ്ലിമീൻ, ഇസ്ലാമിക സമൂഹത്തിൻ്റെ നേതാക്കളോട്, വ ആമ്മത്തിഹിം, പൊതുവായ മനുഷ്യരോട്, ജനങ്ങളോട്. എത്ര സുന്ദരമാണ് ഈ ഒരു ഹദീസ് നമ്മളെ പഠിപ്പിക്കുന്ന പാഠം. നോക്കൂ, എല്ലാവരോടും ഗുണം പ്രതീക്ഷിക്കുന്ന, എല്ലാവർക്കും നന്മ വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു മനുഷ്യനായി മാറുക എന്നതാണ് മതം, ദീൻ, ഇസ്ലാം നമ്മളെ ഓരോരുത്തരെയും പ്രേരിപ്പിക്കുന്ന ഘടകം. അള്ളാഹുവിനോട് നാം ഗുണകാംക്ഷയുള്ളവരാവണമെന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ താല്പര്യം? പടച്ച തമ്പുരാൻ നമുക്ക് നിർവഹിക്കാൻ പറഞ്ഞു തന്ന കർമ്മങ്ങൾ, ആരാധനകൾ, അത് യഥാവിധം നിർവഹിച്ച് അള്ളാഹു നമ്മിൽ നിന്ന് ആഗ്രഹിക്കുന്ന രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ചെയ്ത് അവൻ്റെ സ്വർഗത്തിൻ്റെ വക്താക്കളായി മാറാൻ നാം പരിശ്രമിച്ചു കൊണ്ടേയിരിക്കുക എന്നതാണ്. വിശുദ്ധ ഖുർആനോടാണ് രണ്ടാമത് ഗുണകാംക്ഷയുള്ളവരായി മാറണം എന്ന് പറഞ്ഞു. ഈ പരിശുദ്ധമായ റമദാനിൻ്റെ സന്ദർഭത്തിൽ വിശുദ്ധ ഖുർആൻ ഏറ്റവും ഉത്സാഹത്തോടു കൂടി പാരായണം ചെയ്ത് അതിൻ്റെ വക്താക്കളായി മാറി അത് ജീവിതത്തിലുടനീളം കൊണ്ടുവന്ന് വിശുദ്ധ ഖുർആനിൻ്റെ ആശയത്തെക്കുറിച്ച് ധാരാളമായി ചിന്തിച്ച് അതിൻ്റെ ആലോചനകൾ നിർവഹിച്ച് ഖുർആനിനോട് ഏറ്റവും ഗുണകാംക്ഷയുള്ളവരായി നാം മാറാൻ ശ്രമിക്കണം എന്നതാണ്. 3 പ്രവാചകനോടാണ്. അള്ളാഹുവിൻ്റെ റസൂലാണ് ഈ ദീൻ നമുക്ക് എത്തിച്ചു തന്നത്, ഈ മതം നമുക്ക് പഠിപ്പിച്ചു തന്നത്. ആ പരിശുദ്ധ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ഏറ്റവും ആദരവുള്ള, ബഹുമാനമുള്ള, സ്നേഹമുള്ള, അങ്ങേയറ്റത്തെ ഇഷ്ടം കാണിക്കുന്ന ആളുകളായി മാറുക എന്നതാണ് റസൂലിനോടുള്ള ആദരവിൻ്റെ ഭാഗം, റസൂലിനോടുള്ള ഗുണകാംക്ഷയുടെ ഭാഗം. മുസ്ലിം സമൂഹത്തിൻ്റെ ഏതേതു കാലത്തുമുള്ള നേതാക്കന്മാരുണ്ടാകും, അതിന് നേതൃത്വം കൊടുക്കുന്നവരുണ്ടാകും. അത് വ്യത്യസ്ത തലങ്ങളിൽ, വ്യത്യസ്ത രീതികളിലുള്ളവർ ആയിരിക്കും. രാജാക്കന്മാരോ അല്ലെങ്കിൽ ആ നിലക്ക് ഭരണാധികാരികളോ അതിൽ വരാം. ഓരോ പ്രാദേശികമായി ഒരു ഉമ്മത്തിൻ്റെ നേതൃത്വത്തിലിരിക്കുന്ന ആളുകളാവാം. അവർ നേതൃത്വത്തിലിരിക്കുന്ന സന്ദർഭത്തിൽ അനുയായികൾ എന്ന നിലക്ക് അവരോട് ഗുണകാംക്ഷയോടുകൂടി പെരുമാറുകയും മാന്യമായി പെരുമാറുകയും അവരെ അനുസരിക്കുകയും അവർ ആക്ഷേപകരമായ കാര്യം ചെയ്യുമ്പോൾ അവരെ തിരുത്താൻ പറഞ്ഞ രീതിയിൽ ആ കാര്യങ്ങൾ തിരുത്താൻ ശ്രമിക്കുകയും ചെയ്ത് അവരോട് ഏറ്റവും നല്ല രീതിയിൽ പെരുമാറുക എന്നതാണ്. അവസാനം പറഞ്ഞത് എല്ലാ മനുഷ്യരോടും, വലി ആമ്മത്തിഹിം എന്നാണ്. മുഴുവൻ മനുഷ്യരോടും നന്മയുള്ള മനുഷ്യനായി മാറുക എന്ന വലിയ ശ്രമകരമായ, അധ്വാനകരമായ കാര്യമാണ്. പക്ഷേ മതം നമ്മളെ പ്രേരിപ്പിക്കുന്നത്, മതം നമ്മളെ പഠിപ്പിക്കുന്നത് ആ ഒരു വിധാനത്തിലേക്ക് ഉയരുക എന്നതാണ്. ആ ഒരു വലിയ ഉയർച്ചയുടെ തലത്തിലേക്ക് നമ്മൾ എത്തുക എന്നതാണ്. ആവർത്തിച്ച് നമ്മൾ നമ്മളുടെ മനസ്സിനെ പ്രേരിപ്പിക്കുകയും വലിയ ഔന്നത്യത്തിൻ്റെ ആ ഒരു സാഹചര്യത്തിലേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിക്കുകയും ചെയ്യേണ്ടതുണ്ട്. അള്ളാഹു നമ്മെ എല്ലാവരെയും
അതിന് അനുഗ്രഹിക്കുമാറാകട്ടെ.